നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന പാടെ ഞാൻ അമ്മനെ കണ്ടപ്പോൾ പറഞ്ഞത് എനിക്ക് വിശക്കുന്നു. ഒരു മിക്ക ദിവസം ഞാനത് പറയാറുണ്ട് കേട്ടോ. അപ്പം അമ്മ വന്ന പാടെ എനിക്ക് കപ്പയും അതേപോലെ ചമ്മന്തി ഉണ്ടാക്കി തന്നാണല്ലോ. പിന്നെ നമ്മൾ കട്ടൻ ചായയും വെച്ച് തന്നാണ് കേട്ടോ. അങ്ങനെ അമ്മ തന്നെയാണ് എനിക്ക് വായിലും വെച്ച് തന്നത്. അപ്പം അമ്മയുടെ നിന്നും കഴിക്കുകയൊക്കെ ചെയ്തതിന് എനിക്ക് അത്ര അങ്ങനെ രസമായിട്ട് തോന്നിയില്ലായിരുന്നു കേട്ടോ കപ്പ. പിന്നെ ഞാൻ കട്ടൻ ചായ എടുത്ത് ഇങ്ങനെ ഒഴിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇത്. എൻ്റെ കാലൊന്ന് പൊള്ളിയായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാണ്ട് ഒഴിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. അതിനുശേഷം പിന്നെ നമുക്ക് രാത്രിത്തേക്ക് കഴിക്കാൻ അമ്മ മീൻ വറുക്കണമായിരുന്നു കേട്ടോ. മീൻ നേരത്തെ വാങ്ങിയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ടെല്ലാം അമ്മ പുരട്ടി വെക്കണമായിരുന്നു. ആദ്യം ഇന്ന് ഞാൻ അടുക്കളയ്ക്ക് അറിയില്ലായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് ഓരോ ദിവസം ഓരോ മൂടായിരിക്കും. ചിലപ്പോൾ നല്ല മൂടായിരിക്കും, ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു മൂടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അവിടെ സോഫയിൽ കയറി കിടന്ന് വെച്ചു. അപ്പോഴൊക്കെ അമ്മ മീൻ വറുക്കാനൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ആ സമയത്ത് അമ്മ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഒന്നും ശ്രദ്ധിക്കാൻ കൂടി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് വൈകിയാൽ ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ കേൾക്കാമായിരുന്നു. അങ്ങനത്തെ നമ്മുടെ മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ രാവിലെ തന്നെ കേട്ടോ, അതും അമ്മ ഒന്ന് ചൂടാക്കി. പിന്നെ നാളത്തേക്കുള്ള ചോറിന് അമ്മ ഇവിടെ ഒന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. അപ്പോഴത്തേക്കും നാളെ എണീക്കുമ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടി അവിടെ അമ്മ ചെയ്തുകൊണ്ടിരിക്കണേണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് കാണാം.